നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. പണം ആണോ സമ്പാദിക്കേണ്ടത്, പുണ്യമാണോ സമ്പാദിക്കേണ്ടത്? ഞാൻ എൻ്റെ 64 വർഷത്തെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത് പണമല്ല. പണം സമ്പാദിച്ചോളൂ, പക്ഷേ പുണ്യമാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. പുണ്യമുണ്ടെങ്കിൽ ഏതൊരു ദുര്യോഗവും നമുക്ക് മറികടക്കാൻ പറ്റും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ജ്യോതിഷപ്രകാരം നമ്മുടെ ഗ്രഹനില എടുക്കുമ്പോൾ ആ ഗ്രഹനില എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് നിരവധി ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും ശിക്ഷകളും എല്ലാം അടങ്ങിയിരിക്കും. ആ ശിക്ഷകളും ദുര്യോഗങ്ങളും ഒക്കെ മറികടക്കാൻ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക, അത് തന്നെ മാർഗമുള്ളൂ. പുണ്യം എന്ന് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ദാനധർമാദികൾ, അത് മാത്രമല്ല നമ്മളെ പലതരത്തിൽ വേദനിപ്പിച്ചിട്ടുള്ളവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ നല്ലൊരു കർമ്മമാണ്. ഓക്കെ, നമ്മളെ വളരെ നിശ്ചിതമായിട്ട്, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ എതിർക്കുന്നവരെയും ദ്രോഹിക്കുന്നവരെയും ചതിക്കുന്നവരെയൊക്കെ അവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റണം. ക്ഷമിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് പുണ്യം നേടിത്തരിക തന്നെ ചെയ്യും. അതായത് നമ്മൾ ദാനധർമാദികൾ ചെയ്യത്തില്ലേ, അതിൻ്റെ മറ്റൊരു രൂപമാണ് ഒരാളുടെ ദുഷ്പ്രവൃത്തിയെ നമ്മൾ ക്ഷമിക്കുന്നത്. ഇതൊക്കെ തന്നെ പുണ്യം നേടിത്തരും. ഈശ്വരൻ്റെ കൈ പിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈ ശുദ്ധമായിരിക്കണം. ഈശ്വരൻ്റെ കൈ പിടിക്കണമെങ്കിൽ നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം. എല്ലാ ദുഷ്കർമ്മങ്ങളും ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റും. അതിന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പുണ്യകർമ്മങ്ങൾ, അതായത് ഒരു ചിന്ത പോലും, നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത പോലും നമ്മളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ചെറിയ ചിന്തകൾ പോലും പ്രപഞ്ചശക്തി അറിയുന്നുണ്ട്. പ്രപഞ്ചശക്തി, ഈശ്വരൻ തൂണിലും തുരുമ്പിലും മാത്രമല്ല, ഈ കാണുന്ന ഈ ഭാഗത്തെല്ലാം ഉണ്ട്, എല്ലായിടവും ഉണ്ട് ഈശ്വരൻ. അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ ശരിക്കും സാങ്കേതിക പദം എനിക്കറിയില്ല, എന്നാലും ഞാൻ അത് ഉണ്ട്. നമ്മുടെ ഓരോ ചിന്തകൾ പോലും, വാക്കുകളും പ്രവൃത്തികളും എല്ലാം തന്നെ ഈ പറഞ്ഞ മാധ്യമത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഓരോ തിരിച്ചുള്ള ഓരോ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കർമ്മങ്ങൾ ശുദ്ധമായിരിക്കുക, അതായത് ഈശ്വരന് ഇഷ്ടപ്പെടത്തില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ നെല്ല് വിതയ്ക്കുന്നു, ഗോതമ്പ് കൊയ്യാൻ പറ്റില്ല. ഗോതമ്പ് വിതയ്ക്കുന്നു, നെല്ല് കൊയ്യാൻ പറ്റില്ല. നമ്മൾ വിതയ്ക്കുന്നത് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. നന്മ വിതയ്ക്കുക, പുണ്യം കിട്ടുന്ന പ്രവർത്തികൾ ചെയ്യുക. വാക്കുകളും നമ്മുടെ ചിന്തകളും എല്ലാം തന്നെ പുണ്യം കിട്ടാൻ ആണെന്ന് നമ്മൾ ഉറപ്പിക്കുക. ശേഷം ഓരോ കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ക്യാൻസർ വരുന്നു, എത്ര ലക്ഷം രൂപ അതിന് വേണ്ടി ചിലവാകും. ഓക്കെ,
ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ തന്നെയും ഈ പറഞ്ഞ കണക്ക് എൻ്റെ ഒരു ബന്ധു, പുള്ളിക്കാരിക്ക് ഈ അസ്ഥിയിലുള്ളിലുള്ള ഈ മജ്ജയിൽ ക്യാൻസർ വന്നു. അതീവ ഗുരുതരമായ, മരിച്ചു പോകുന്ന ഏതാണ്ട് എല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ ചികിത്സ ലക്ഷക്കണക്കിന്, 50 ലക്ഷത്തിലധികം രൂപ ചിലവായി. തിരിച്ചു വന്നു ജീവിതത്തിൽ. ഇന്നലെയും കണ്ടിരുന്നു ആ വ്യക്തിയെ. ഒരു സ്ത്രീയാണ്, എൻ്റെ ബന്ധുവാണ്. ഈ ക്യാൻസർ വന്ന് ലക്ഷക്കണക്കിന് രൂപ ചിലവായി. പക്ഷേ ഒരു ശിക്ഷ തരുമ്പോൾ ഈശ്വരൻ മറ്റൊരു ഭാഗ്യം തരിക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി തീർച്ചയായിട്ടും ക്യാൻസർ വന്നപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗഹനമായ രീതിയിൽ ഭക്തിയിലൂടെ നടന്നു നീങ്ങി. അത് മറികടക്കാൻ പറ്റി അവർക്ക്. അതിനുശേഷം എൻ്റെ അറിവിൽ ഉള്ള ഏറ്റവും വലിയൊരു തുക അവർക്ക് അവരുടെ എന്താ പറയുക, ഈ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ക്രയവിക്രയങ്ങളിലൂടെ കിട്ടി. 1-2 രൂപയല്ല, 1-2 ലക്ഷമല്ല, 3 കോടി രൂപ റെഡി ക്യാഷ് കിട്ടി. ഇപ്പോഴും ബാങ്കിലുണ്ട്. എത്രത്തോളം ഇൻകം ടാക്സ് ഒക്കെ പോകുന്നത് എനിക്കറിയില്ല. എന്തായാലും അയാളുടെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഇതാണ്, 3 കോടി രൂപ. അപ്പം നോക്കുക, ടു എവറി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് നമുക്കൊരു നിർഭാഗ്യം ഈശ്വരൻ തരുന്നെങ്കിൽ ഒരു സംശയം വേണ്ട, ഒരു ഭാഗ്യം വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാൾ മരിക്കുന്നു, നമുക്ക് വേദനയുണ്ടാവും, ശരി. പക്ഷേ ഒരു സംശയവും വേണ്ട, ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ മറ്റൊരു ഭാഗ്യം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. കാര്യം പ്രപഞ്ച നിയമമാണ്, ടു എവറി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പോൾ ഒരു കുഞ്ഞിന് ക്യാൻസർ വരുന്നു, നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ താല്പര്യമുണ്ട്, മനസ്സുണ്ട്. പക്ഷെ പ്രായോഗികമായിട്ടത് ഗണ്യമായ രീതിയിൽ അത് നടക്കില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഈ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഏതാണ്ട് 5000-ഓളം വർഷങ്ങളായി ഈ പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസ്ഥ നിലവിൽ വന്നിട്ട് ഈ 5000 കൊല്ലമായിട്ട് ഇതുവരെ ദാരിദ്ര്യം നിലനിൽക്കുകയാണ്. UN-ൻ്റെ കണക്കനുസരിച്ച് 50% ആൾക്കാരും കൊടും ദാരിദ്ര്യത്തിലാണ്. നല്ല ആഹാരമില്ല, നല്ല വസ്ത്രമില്ല, വീടില്ല, വിദ്യാഭ്യാസത്തിനും മരുന്നിനും ചികിത്സയ്ക്കും മറ്റാവശ്യങ്ങൾക്കൊന്നും പണം തികയാത്ത ഒരു അവസ്ഥയാണ് ഈ 5000 കൊല്ലമായിട്ട് ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, ഒരു സായിപ്പ് പോസ്റ്റ് ചെയ്തതാണ്. അതായത് ഒരു രാജ്യത്ത് 1-2% ആൾക്കാർക്ക് $1 ട്രില്യൺ സമ്പാദ്യം. അതേ രാജ്യത്ത് തന്നെ, അതേ സിസ്റ്റത്തിൽ തന്നെ 70%-ലധികം ആൾക്കാർ ദാരിദ്ര്യത്തിൽ കഴിയുന്നു. തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, അത് അശാസ്ത്രീയമാണ്. അത് എൻ്റെ ദർശനമാണ്. അതായത് ഞാൻ പറയുന്നത്, നമ്മൾ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ
സോഷ്യൽ സിസ്റ്റം അശാസ്ത്രീയമാണ്, അൺസയൻറ്റിഫിക്കാണ്. അതുകൊണ്ടാണ് 5000 കൊല്ലമായിട്ട് ദാരിദ്ര്യം നിലനിൽക്കുന്നത്. 50% പേർക്കും വീടില്ല, നല്ല ആഹാരമില്ല, വസ്ത്രമില്ല, കുടിക്കാൻ വെള്ളം പോലുമില്ല. അപ്പോൾ ഈ അശാസ്ത്രീയമായ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് പകരം മറ്റൊന്ന് വേണം എന്നുള്ളത് പൊതുവെ നമ്മളാരും ചിന്തിക്കാത്തൊരു വിഷയമാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം അതാണ്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ എൻ്റെ ഈ ട്രാക്കിലുള്ള സംസാരമൊക്കെ ഭയങ്കര ബോറിങ്ങാണ്. ജീസസെ വെറുപ്പിക്കല്ലേ പ്ലീസ്. പക്ഷെ എനിക്ക് ഗുരുവായൂരപ്പൻ എൻ്റെ മനസ്സിലേക്ക് ഇട്ട് തന്ന ഒരു ആശയമുണ്ട്. ഞാനത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പെട്ടെന്നൊരു ദിവസം 1993 മറ്റോ ആണ്, എൻ്റെ ഉപബോധ മനസ്സിലൂടെ ഞാൻ സംസാരിക്കുകയാണ്. കറൻസി ഇല്ലാതാക്കുക. അക്ഷരമുണ്ടായ കാലം മുതൽ മനുഷ്യൻ അന്വേഷിക്കുന്ന ഉത്തരം ഇതാണ്. അത് പറയുന്നതിന് തൊട്ടു മുമ്പ് പോലും ഞാൻ എൻ്റെ ബോധമനസ്സിൽ ഞാനത് ചിന്തിച്ചിട്ടില്ല. അത് ഞാൻ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ 2000-ലധികം സാമ്പത്തിക വിദഗ്ധർ സപ്പോർട്ട് ചെയ്യുന്ന ഒരാശയമായത് മാറി. ഇന്നലെ ഞാൻ പറഞ്ഞു, ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെയും കടം 251 ലക്ഷം കോടി ഡോളറാണ്. അത് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ 20,000 ലക്ഷം കോടിയിലധികമാകുന്നു ലോക രാജ്യങ്ങളുടെ മൊത്തം കടം. അത് പല സൈറ്റുകളിൽ ഉള്ള എമൗണ്ട് പറയുന്നതിന് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തുകയാണ് 20,000 ലക്ഷം കോടി രൂപ. അത് 45,000 ലക്ഷം കോടി രൂപയാണെന്ന് പറയുന്ന സൈറ്റുകളും ഉണ്ട്. ഈ 45,000 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഗുരുവായൂരപ്പൻ എൻ്റെ മനസ്സിലേക്ക് ഇട്ടു തന്ന ആ ആശയം ഞാൻ ഡെവലപ്പ് ചെയ്തു. 35 വർഷമായിട്ട് 100% പേരും പുച്ഛിച്ച് തള്ളിയിരുന്ന, പരിഹസിച്ച് തള്ളിയിരുന്ന ആശയങ്ങളാണ് ഞാൻ ഒക്കെ പറയുന്നത്. പക്ഷേ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ള നിമിത്തങ്ങളെല്ലാം തന്നെ പോസിറ്റീവാണ്. അതാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 1.5 വർഷത്തിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് എൻ്റെ ആശയത്തെക്കുറിച്ച് 12 വർഷം പഠിച്ച ശേഷം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. യൂട്യൂബിൽ ഇപ്പോഴും ലഭ്യമാണ്. കറൻസി രഹിത വ്യവസ്ഥയെന്നോ കറൻസി ഫ്രീ സിസ്റ്റം എന്നോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വീഡിയോകൾ ഇപ്പോഴും കിട്ടും. ഞാനും എൻ്റെ കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറഞ്ഞ ആശയത്തെ പറ്റി നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആശയം വിശദീകരിക്കാമെങ്കിൽ 3 മണിക്കൂറിൽ കൂടുതൽ വേണം. ഏറ്റവും കുറഞ്ഞ രീതിയിൽ അത് വിവരിക്കാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഞാനൊന്ന് പറയാം. കടങ്ങൾ അതെത്ര ലക്ഷം കോടി രൂപയുടെ ആയാലും, രാജ്യങ്ങളുടെ ആയാലും, കമ്പനികളുടെ ആയാലും, വ്യക്തികളുടെ ആയാലും കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം കറൻസി രഹിത വ്യവസ്ഥയിലൂടെ. 50%-നും 500%-നും ഇടയിൽ GDP വർധനവിൻ്റെ ശതമാനം മാറ്റിയെടുക്കാം. വെറും 100 ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം. ഇന്ത്യ മാത്രമല്ല. 1 രൂപ ചെലവില്ലാതെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വെറും 30 ദിവസം കൊണ്ട് ലോകം മുഴുവൻ
ഞാനിത് പറയുമ്പോൾ ഇതൊന്നും നടക്കില്ലെന്ന് നിങ്ങളങ്ങ് നിസ്സാരമായിട്ടൊക്കെ പറയും. ഓക്കെ, പക്ഷേ എന്തൊക്കെയാണ് സാധ്യമാകുന്നത് ഈ നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥയിൽ? സ്വർണ്ണപ്പാളി മോഷ്ടിക്കാം. ഓക്കെ, ഈ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. ഇന്ന് നിലവിലുള്ള ഈ കറൻസി ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. സ്വർണ്ണപ്പാളി മോഷ്ടിക്കാം, നമുക്ക് മയക്കുമരുന്ന് കച്ചവടം നടത്താം, ഡൊണാൾഡ് ട്രംപിനെ ബോംബിട്ട് 53 കുഞ്ഞുങ്ങളെ മാത്രമല്ല കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കാം. തീവ്രവാദികൾക്ക് അവർക്ക് തോന്നുമ്പോൾ ഓരോ ബോംബ് പൊട്ടിച്ച് 100 കണക്കിന് പേരെ കൊല്ലാം. ഓക്കെ, വംശഹത്യ പാലസ്തീൻ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നു. അതൊക്കെ ഇവിടെ സാധ്യമാണ്, ഇതിനകത്ത് സാധ്യമാണ്. അതായത് അധാർമികമായത് എന്തും ഇന്നത്തെ കറൻസി ബേസ്ഡ് സിസ്റ്റത്തിൽ സാധ്യമാണ്. അപ്പോൾ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. 100 ദിവസം കൊണ്ട് ഒരു രാജ്യത്ത്, ഇപ്പോൾ ഈ ഇന്ത്യയുടെ തന്നെ GDP, ഇപ്പോൾ GDP എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോളൂ. GDP ഓക്കെ, ഈ GDP 5% ഉയർത്താൻ വേണ്ടി ലോകരാജ്യങ്ങൾ മുഴുവൻ, സാമ്പത്തിക വിദഗ്ധർ മുഴുവൻ കിടന്ന് പെടാപ്പാട് പെടുമ്പോൾ ഞാൻ നിസ്സാരമായിട്ട് പറയുന്നു, 1 രൂപ ചിലവില്ലാതെ വെറും 100 ദിവസം കൊണ്ട് GDPയുടെ വർധനവിൻ്റെ ശതമാനം 50% മുതൽ 500% വരെ ആക്കാം. കറൻസി രഹിത വ്യവസ്ഥയിലൂടെ വെറും 100 ദിവസം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ലോകത്തിലെ നമ്പർ 1 GDP ഉള്ള രാജ്യമാക്കി മാറ്റാം. നരേന്ദ്രമോദിജി പറഞ്ഞേക്കുന്ന ഇതാണ്, 2047 ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യമാകും. അതിന് ഇനിയും ഏകദേശം എത്ര വർഷമുണ്ട്? ഏകദേശം 20 വർഷത്തിലധികമുണ്ട്. 20 വർഷമാണ് അദ്ദേഹം ചോദിച്ചേക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് വെറും 100 ദിവസം. വെറും 100 ദിവസം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ലോകത്തിലെ നമ്പർ 1 രാജ്യമാക്കാം, ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യമാക്കാം. അതും 1 രൂപ ചിലവില്ലാതെ വെറും 100 ദിവസം കൊണ്ട്. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. നമ്മുടെ കേരള ശബ്ദത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹം മരിച്ചുപോയി. മാനേജിങ് എഡിറ്റർ ശ്രീ രാധാകൃഷ്ണൻ സാറ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞേക്കുന്ന ഇതാണ്, ജീസസ് എടുത്തേക്കുന്ന വിഷയം ലോകത്തിലെ ഏറ്റവും ഹെവിയസ്റ്റ് വിഷയമാണ്, അത് എടുക്കാൻ തന്നെ ഒരു കാലിബർ വേണം. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന വിഷയം വലിയ വിഷയമാണ്. അതായത് ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിഷയമാണ്. അത് ഈ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ ഒക്കില്ല. മിനിമം 3 മണിക്കൂർ വേണം. അപ്പം ഞാൻ പറയുന്നത് ഇതാണ്, GDP 500% വരെ ആക്കാം, 1 രൂപ ചിലവില്ലാതെ. 160 കോടി വീടുകൾ നിർമ്മിക്കാം വെറും 2 ദിവസം കൊണ്ട്, 1 രൂപ ചിലവില്ലാതെ. എനിക്ക് വട്ടാന്ന് തോന്നുന്നുണ്ടോ? അത് അങ്ങനെയാണ്. അതായത് നമ്മൾ ഒരു ആശയം പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഈസിയാണ് അവരെ നേരിടാൻ. ഒറ്റ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തലയ്ക്ക് വട്ടാന്ന്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട, സമയം കളയണ്ട, മെനക്കെടണ്ട. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, എല്ലാവർക്കും പറ്റത്തില്ല. അപ്പോൾ 500% GDP വർധനവ് വെറും 100 ദിവസം കൊണ്ട്, 1 രൂപ ചിലവില്ലാതെ. അതുപോലെ തന്നെ 160 കോടി വീടുകൾ 1 രൂപ ചിലവില്ലാതെ വെറും 2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കോൺട്രാക്ടർമാരോടൊക്കെ ചോദിച്ചു നോക്കുക, പറയും 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ തന്നെ
ഏറ്റവും കുറഞ്ഞ 6 മാസം. ഇത് 2 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ 160 കോടി വീടുകൾ നിർമ്മിക്കാം. ഈ 160 കോടിയുടെ കണക്കെന്തുവാണ്? UN പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ലോകത്തിൽ ഇന്ന് വീടില്ലാത്ത കുടുംബങ്ങളുടെ എണ്ണം ഏകദേശം 160 കോടിയാണ്. അത് വെറും 2 ദിവസം കൊണ്ട് പരിഹരിക്കാം, 1 രൂപ ചെലവില്ലാതെ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം, ലോകം മുഴുവൻ അതായത് റോഡുകളും പാലങ്ങളും വെറും 30 ദിവസം കൊണ്ട്. ഓക്കെ, നമ്മുടെ നാഷണൽ ഹൈവേ കടന്ന് പിടിക്കുക എത്രയോ വർഷങ്ങളായിട്ട്. അത് ഞാൻ പറയുന്നത് ലോകം മുഴുവൻ വെറും 30 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ സംഭവം സാധിച്ചെടുക്കാം. 100 ദിവസം കൊണ്ട് ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെ 830 കോടിയുണ്ട്. ഇന്നലെ കണക്ക് നോക്കി, 830 കോടി ജനങ്ങൾ. ഈ 830 കോടി ജനങ്ങൾക്കും ആവശ്യമുള്ളതിൻ്റെ 5 ഇരട്ടി ഭക്ഷ്യ വസ്തുക്കൾ നമുക്ക് ഉൽപ്പാദിക്കാം 1 രൂപ ചെലവില്ലാതെ, വെറും 100 ദിവസം കൊണ്ട്. ചെറുകിട വൻകിട വ്യവസായങ്ങൾ കോടിക്കണക്കിന് ആരംഭിക്കാം 1 രൂപ ചെലവില്ലാതെ. തൊഴിലില്ലായ്മ 100% പരിഹരിക്കാം വെറും 100 ദിവസം കൊണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്നും ആർക്കും കാണണ്ട. ഓക്കെ, എല്ലാവർക്കും ലോട്ടറി അടിച്ച് കിട്ടുന്ന കാശ്, ഇന്ന് മീനം രാശിക്ക് ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 10,000 വ്യൂസ് വരും. ഭാഗ്യം അത് പല രൂപത്തിലുണ്ട്. പണം മാത്രമല്ല സമ്പാദ്യം, ഈ എന്താ പറയുക, സമ്പത്തെന്ന് പറയുന്നത് പണം മാത്രമല്ല, അതിന് പല രൂപങ്ങളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ആശയം അതിൻ്റെ മൂല്യം എത്രയാണ്? അതായത് 33 വർഷത്തോളം ഞാൻ ഈ ആശയം പറയുമ്പോൾ പരിഹസിച്ച് തള്ളിയവരായിരുന്നു 100% വരും. പക്ഷേ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിനെ പോലെ ആധികാരികമായി ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി ഇതിനെപ്പറ്റി വീഡിയോ ചെയ്ത് 12 വർഷം പഠിച്ച ശേഷം, അതിനുശേഷം ആൾക്കാർക്കൊക്കെ ഇവൻ പറയുന്നതിനകത്ത് എന്തോ കാര്യമുണ്ടെന്നൊക്കെ തോന്നിയിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും, പക്ഷെ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനൽ ഉള്ളിടത്തോളം കാലം ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ മാർട്ടിൻ സാറിൻ്റെ വീഡിയോ ഉണ്ട്, കറൻസി രഹിത വ്യവസ്ഥയെന്നോ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വീഡിയോകൾ കിട്ടും. ഫേസ്ബുക്കിലും ഉണ്ട്. ഓക്കെ, വിദേശീയർ ഉൾപ്പെടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം പറഞ്ഞത്, അതായത് ഇന്നത്തെ കറൻസി ബേസ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് ഒരു കുഞ്ഞിന് ക്യാൻസർ വന്നാൽ നമുക്ക് ഗണ്യമായി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കറൻസി ഏത് അവസ്ഥയിൽ ഇത് ഒരു ക്യാൻസർ നിസ്സാരമായിട്ട് സൗജന്യമായിട്ട് മരുന്നും ചികിത്സയും നൽകി രക്ഷപ്പെടുത്താം ആ കുട്ടിയെ. അപ്പോൾ ഇത് അപ്രായോഗികമെന്ന് നിങ്ങൾ പറയും, പക്ഷേ ധാർമ്മികമായിട്ടുള്ളത് നിങ്ങൾക്ക് അപ്രായോഗികമാണ്. പക്ഷേ അധാർമികമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് സാധ്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, അതായത് ആരും കാണാത്ത സ്വപ്നങ്ങൾ കാണുക, ഭ്രാന്തൻ സ്വപ്നങ്ങൾ കാണുക. തീർച്ചയായിട്ടും ജനം നിങ്ങളെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തും. പക്ഷേ അതൊക്കെ നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ചരിത്രമാകും.
എൻ്റെ മനസ്സിലേക്ക് ഈ കറൻസി രഹിത വ്യവസ്ഥയുടെ ആദ്യ കിരണങ്ങൾ ഇട്ടു തന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഈ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള നിമിത്തങ്ങളാണ് ഞാൻ കാണുന്നത്. അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. നാട്ടുകാരൊക്കെ കളിയാക്കും, ഇതൊരു വട്ടാണ്, ഒരാൾ ശരിയല്ല. അതൊന്നും എന്നെ തളർത്തിയില്ലെന്ന് മാത്രമല്ല, ഓരോ ശുഭ നിമിത്തങ്ങൾ കാണുമ്പോൾ ഞാൻ കൂടുതൽ കർമ്മോത്സുകനാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്, പണമല്ല പുണ്യം നേടുക. ഓക്കെ, അതായത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇതാണ്, 50% പേരും പട്ടിണി കിടക്കുന്നു. അതേസമയം തന്നെ $1 ട്രില്യൺ ആയുധത്തിന് വേണ്ടി ചിലവാക്കുന്നു. പണം അത് മാത്രമാണ് ഈ ലോകം നിയന്ത്രിക്കുന്ന 13 ഫാമിലി, ഞാൻ ഇന്നലെ പറഞ്ഞു, അവർ ചിന്തിക്കുന്നത്. പക്ഷേ അവരെ തോൽപ്പിക്കാനും ഒരു പെരുമീൻ വരും. അതായത് ഏതൊരു വലിയ മീനിനെയും വിഴുങ്ങുന്ന ഒരു പെരുമീൻ വരും. പഴഞ്ചൊല്ല. അതാണ് ഈ സമ്പദ് വ്യവസ്ഥയുടെ സമ്പൂർണ്ണ തകർച്ച. അത് സംഭവിച്ചു. ഞാനിത് 23 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. ഇന്നത്തെ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായും അശാസ്ത്രീയമാണ്. അത് തകരുക തന്നെ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഇതാണ്, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും കടം, അതായത് 100% രാജ്യങ്ങളും കടക്കണിയിലാവും. അതുപോലെ തന്നെ എല്ലാ കമ്പനികളും, ബാങ്കുകളും, എല്ലാ വ്യക്തികളും, ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും 100% കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. 23 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു കറൻസി ബേസ്ഡ് സിസ്റ്റം അശാസ്ത്രീയമാണ്, അത് തകരുമെന്ന് ഞാൻ പറഞ്ഞു. അത് സംഭവിച്ചു കഴിഞ്ഞു. അതൊന്നും മലയാളികൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പത്രങ്ങളിലോ ടി വിയിലോ മാധ്യമങ്ങളിലോ ഒന്നും തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും പുതിയ കാറ് വേണം, പുതിയ മോഡൽ കാറ് വേണം, പുതിയ മോഡൽ മൊബൈൽ വേണം, ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിലുള്ള വീടും അതിനുള്ള ആ ഉള്ളിലെ സൗകര്യങ്ങളും എല്ലാം തന്നെ ലേറ്റസ്റ്റ് വേണം. ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഇതെല്ലാം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വേണം. പക്ഷേ സാമൂഹ്യ വ്യവസ്ഥിതി അത് 5000 കൊല്ലം മുമ്പ് ഏതോ ഒരു മണ്ടനുണ്ടാക്കിയ വ്യവസ്ഥിതി ആയാലും മതി. അത് മാറ്റണമെന്ന് തോന്നുകയും അതിനുവേണ്ടി ജനങ്ങളുടെ മുഴുവൻ എതിർപ്പും അവഗണിച്ച് എനിക്ക് മുന്നോട്ട് 35 വർഷം നീങ്ങാൻ പറ്റുന്ന ഒരു കാലിബർ എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ഈ കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. പെട്ടെന്നൊന്നും ആൾക്കാർക്ക് പിടികിട്ടത്തില്ല. അതുകൊണ്ടത് മോശമാണെന്നല്ല അതിനർത്ഥം, മറിച്ച് നാട്ടുകാർക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം പുതിയത് വേണം. പക്ഷേ സാമൂഹ്യ വ്യവസ്ഥ അത് എത്ര വഴിയായാലും ഒരു പ്രശ്നമില്ല. 5000 കൊല്ലമായിട്ട് 50%-ലധികം ആൾക്കാർ പട്ടിണി കിടക്കുകയാണ്. അതൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല, ആരും ചിന്തിക്കുന്നില്ല. അതിനൊരു പരിഹാരം ആർക്കും അറിയില്ല. നമ്മൾ ധൈര്യപൂർവ്വം മുമ്പോട്ട് പറയുന്നു. 1 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ കടം, അതായത് എന്നെ വാട്സാപ്പിൽ എനിക്ക് നിരവധി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ആൾക്കാർ എന്നോട് വ്യക്തിപരമായിട്ട് പറയുന്ന ഇതാണ്, കടമാണ്, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, ടെൻഷനാണ് എല്ലാം. ഇതൊക്കെ 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം, പരിഹരിക്കാം കറൻസി രഹിത വ്യവസ്ഥയിലൂടെ. അപ്പോൾ ഈ പ്രവൃത്തി ഞാൻ ചെയ്യുന്നു, ഒരു സംശയം വേണ്ട. അതിന് ഇതുപോലുള്ള കർമ്മങ്ങൾക്ക് പുണ്യം കിട്ടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സയൻറ്റിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള 2 പേരുണ്ട് എൻ്റെ ബന്ധുക്കൾ. അവർക്ക് പോലും ഇതൊന്നും മനസ്സിലാകുന്നില്ല. അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് എൻ്റെ ഈ കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം. അത് സൃഷ്ടിച്ചെടുക്കാൻ, ക്രിയേറ്റ് ചെയ്യാൻ എൻ്റെ ഈ മൊട്ടത്തലയ്ക്കകത്തുള്ള തലച്ചോറിന് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എങ്ങനെ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കാം എന്നും എനിക്ക് കഴിയുക തന്നെ ചെയ്യും. ഓക്കെ, അതിനൊക്കെയുള്ള മാർഗങ്ങളെല്ലാം റെഡിയാണ്, റെഡിമെയ്ഡായിട്ട് ഇരിക്കുകയാണ്. അത് ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സാങ്ഷൻ, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നതേ ഉള്ളൂ. അതായത് ആനയെ വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ ഒരു തോട്ടി വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങി ഇതാണ്, പണമല്ല പുണ്യമാണ് സമ്പാദിക്കേണ്ടത്. കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യുക. നിങ്ങൾക്കും പുണ്യം ഉള്ള ജീവിത സംഭവങ്ങൾ, ജീവിത നിമിഷങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ തരിക തന്നെ ചെയ്യും. അപ്പോൾ പണം അല്ല, പുണ്യമാണ് സമ്പാദിക്കേണ്ടത്. പുണ്യകർമ്മങ്ങൾ, പുണ്യചിന്തകൾ, പുണ്യം നിറഞ്ഞ വാക്കുകൾ പറയുക. തീർച്ചയായിട്ടും നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തേക്കാൾ കൂടുതൽ മൂല്യമുണ്ട് പുണ്യത്തിന്. എന്തായാലും ഇത് ഒരുപാട് നീണ്ടുപോയി. ഇനിയും ഇതുപോലുള്ള ബോറിംഗ് ആയിട്ടുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കുക. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങളെ മുഴുവൻ സൗഭാഗ്യങ്ങൾ കൊണ്ട് മൂടിയിട്ടേ ഞാൻ പിൻവാങ്ങുള്ളൂ. അത് നിസ്സാരമായിട്ട് ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നേടിയെടുക്കാം. അങ്ങനെ ഒരു നിമിഷം ഉണ്ടാവുക തന്നെ ചെയ്യും. കാര്യം ഈ പ്രപഞ്ചമെന്ന് പറയുന്ന ഘനഗംഭീരമായ ഒരു മായാജാലത്തെ, ഒരു മിറക്കിളിനെ സൃഷ്ടിക്കാൻ ഈശ്വരന് കഴിവുണ്ടെങ്കിൽ 160 കോടി വീട് പണിയാനാണോ ഈശ്വരന് പ്രയാസം? അതിന് വേണ്ടുന്ന എല്ലാ പ്രകൃതി സമ്പത്തും നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. അത് ബുദ്ധിപൂർവം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം നമ്മൾ ഉപയോഗിക്കുക മാത്രം ചെയ്താൽ മതി. പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സും ടെക്നോളജിയും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ. താല്പര്യമുള്ളവരൊക്കെ അതിൻ്റെ വീഡിയോസ് കാണുക. ഓക്കെ, ഈ വീഡിയോ പരമാവധി പോയാൽ ഒരു 200 പേര് കാണും. ഓക്കെ, പക്ഷേ യഥാർത്ഥത്തിൽ ഈ വീഡിയോ ചെയ്തത് ഒരുപാട് വ്യൂസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നുമല്ല. മറിച്ച് ഇവിടെ പൂജാമുറിയുടെ തൊട്ട് മുമ്പിലിരുന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവിടെ ഈശ്വരന്മാരുണ്ട്. എൻ്റെ മനസ്സിലേക്ക് കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം ഇട്ട് തന്ന ഈശ്വരന്മാരിരിപ്പുണ്ട്. അവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇത് ഒരുപാട് പേര് കണ്ട് ഇതൊക്കെ അങ്ങ് വൈറലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതേസമയം കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആശയം രൂപീകരിക്കാനുള്ള ഒരു ബൗദ്ധിക നിലവാരം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിനെ കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യിക്കാനുള്ള മാർഗങ്ങളും എനിക്ക് നേടാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും അതിന് ഈശ്വരൻ്റെ ഒരു സാങ്ഷന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുള്ളൂ. വഴികളെല്ലാം, മാർഗങ്ങളെല്ലാം 100% റെഡിമെയ്ഡായിട്ട് എൻ്റെ ഇരിപ്പുണ്ട്. കാര്യം 1-2 വർഷമല്ല, 35 വർഷമാണ് ജനങ്ങളുടെ തിരസ്കാരം, പല രീതിയിലുള്ള തിരസ്കാരം നേരിട്ടുകൊണ്ട് ഞാനിപ്പോൾ
ഈ നിമിഷം ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, തൽക്കാലം ഇന്ന് ഇത്രയും മതി. ആവശ്യത്തിലധികം സമയമെടുത്തു, ക്ഷമിക്കുക. എന്തായാലും ഭാഗ്യം ചാനൽ നിങ്ങൾക്ക് മുഴുവൻ പേർക്കും, ഭൂമിയിലെ 830 കോടി ജനങ്ങൾക്കും സൗഭാഗ്യം പകർന്നു നൽകിയതിന് ശേഷമേ ഇല്ലാതാകൂ. എന്തായാലും അതിന് നമുക്കെല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ, ഈശ്വരനുള്ള അനുമതി തരട്ടെ, ഈശ്വരനുള്ള ഒരു അവസരം ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.